സൗദി അറേബ്യയ്ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. കിഴക്കൻ മേഖലയ്ക്ക് നേരെ വന്ന 11 ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തതായി പ്രതിരോധ സേന പറയുന്നു. സൗദിയിൽ നിന്ന് ഊർജ്ജ നിലയങ്ങൾക്ക് സമീപമാണ് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചത്. ജലീൽ കണ്ണമംഗലം വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ജലീൽ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗൾഫ് മേഖലയ്ക്ക് നേരെ കഴിഞ്ഞ മണിക്കൂറുകളിലും ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന്. പ്രത്യേകിച്ച് സൗദിക്കും UAE-ക്കും നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ബഹ്റൈനിൽ അല്പസമയം മുമ്പ് സൈറൺ മുഴങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖല ലക്ഷ്യമാക്കി ഇറാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മേഖലയിൽ ഇത്രയും തീവ്രമായ രീതിയിലുള്ള ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മാത്രം 11ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് സൗദി പ്രതിരോധ സേന തകർത്തത്. മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ പ്രതിരോധ സേനയ്ക്ക് സാധിച്ചു. എന്നാൽ കിഴക്കൻ മേഖലയിലെ അതീവ സുരക്ഷയുള്ള വ്യവസായ കേന്ദ്രങ്ങൾക്കും അതോടൊപ്പം ഊർജ്ജ നിലയങ്ങൾക്കും വളരെ അടുത്താണ് ഈ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമേറിയ ഒരു കാര്യം. ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ചില സൂചനകൾ വരുന്നുണ്ട്. എങ്കിലും ഈ നാശനഷ്ടങ്ങളെ കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ സംഭവ സ്ഥലത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന തുടരുകയാണ്. മിസൈൽ പതിച്ച ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തിയ ശേഷം 1 മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ മന്ത്രാലയം പുറത്തുവിടും എന്നാണ് കരുതുന്നത്. ഈ ആക്രമണങ്ങൾക്ക് ശേഷം അല്പം മുമ്പും കിഴക്കൻ മേഖലയിൽ ആക്രമണ മുന്നറിയിപ്പ് മെസ്സേജുകൾ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കിഴക്കൻ മേഖലയാണ് ഇപ്പോൾ ആക്രമണത്തിന് കൂടുതലായും തെരഞ്ഞെടുക്കുന്നത്. സൗദി അറേബ്യയുടെ സാമ്പത്തിക നട്ടലായ ഈ എണ്ണ പ്ലാന്റുകളും വ്യവസായ നഗരങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്താണ്. സൗദി ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.